ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓരോ ദശലക്ഷം പേരാണ് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ്. നമ്മുടെ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ പ്രീ ഡയബറ്റിക്കും ഡയബറ്റിക്കും ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ഒരു പെർസെൻറ്റേജ് പറയാൻ പറഞ്ഞാൽ 42%. അത് ഞാൻ പറഞ്ഞതല്ല, ICMR പറയുന്ന രേഖ കണക്കാണ്. അപ്പോൾ നിങ്ങൾ ഇൻസുലിൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണിത് അല്ലേ. ഈ ഒരു ഡിവൈസ് നിങ്ങൾ നോവോപെൻസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിലും ഈ ഒരു നീഡിൽ, സിറിഞ്ച് ആണെങ്കിൽ വയൽസിന് യൂസ് ചെയ്യും. ഇപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഇതെല്ലാം സാധാരണ ജനറൽ വേസ്റ്റിലോട്ട് നിങ്ങൾ ഇട്ട് കളയരുത്. കാരണം ഈ കളക്ട് ചെയ്യാൻ വരുന്നവരുടെ കയ്യിൽ ഇഞ്ചുറീസ് പറ്റാം, കണ്ടാമിനേറ്റഡ് ഉള്ള ഡിസീസ് പറ്റാം, ഇൻഫെക്ഷൻസ് ഒക്കെ പറ്റാം. ഇതിന് പ്രോപ്പറായി ഇത് ഡിസ്കാർഡ് എങ്ങനെയാണ് ചെയ്ത് കളയണേന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഇൻസുലിൻ നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ നീഡിൽ വീണ്ടും റീക്യാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളിത് വലിയൊരു ടൈറ്റ് കണ്ടെയ്നേഴ്സിൻ്റെ അകത്ത് കെപ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു 3/4 ഒക്കെ ആകുമ്പോൾ പകുതി നിറയാറൊക്കെ ആവില്ല. അപ്പോഴത്തേക്കും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് ചോദിക്കുക, ഇവിടെ നീഡിൽ, ഞങ്ങൾ യൂസ് ചെയ്ത നീഡിൽ ഇവിടെ ഡിസ്കാർഡ് ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിക്കുക. അവരത് വാങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ കൊടുക്കുക. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ കൊടുത്തോളും. ഇതെല്ലാം ബയോളജിക്കൽ വേസ്റ്റാണ്. ഈ സിറിഞ്ച് ആവട്ടെ, ഈ നീഡിൽ, ഷാർപ്പായിട്ടുള്ള ഏതൊരു സംഭവവും നമ്മൾ ബയോളജിക്കൽ വേസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ രീതിയിലാണ് നമ്മൾ ഓരോന്നിനെയും നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്ന സിസ്റ്റം ഉള്ളത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ലാബ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കാം. അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ യൂസ് ചെയ്ത നീഡിൽസ് പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു വലിയൊരു ടൈറ്റ് കണ്ടെയ്നേഴ്സിൻ്റെ അത് കെപ്റ്റ് ചെയ്തിട്ട് അവിടെ എടുക്കുമെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കേണ്ടതാണ്. അപ്പം അതുവഴി നമുക്ക് വലിയ അസുഖങ്ങളാവട്ടെ, മറ്റുള്ളവർക്ക് ഇഞ്ചുറി ആവട്ടെ, നമ്മുടെ എൻവയോൺമെൻറ്റ് തന്നെ ഹാംലെസ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ളത് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിൽസ് നമ്മൾ നിസ്സാരം പോലെ വലിച്ചെറിഞ്ഞാൽ അവർ ചിലപ്പോൾ അതിനെ എടുത്ത് കയ്യിൽ കുത്താനും ഒക്കെ ചാൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് കളക്ട് ചെയ്യുന്നവരുടെ കയ്യിലും കുറച്ച് ഇഞ്ചുറീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഇൻസുലിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള സാധനങ്ങൾ എവിടെയാണ് നിങ്ങൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇതിനെ കളയേണ്ടതെന്ന കാര്യം അറിയില്ല. ഇത് നിസ്സാരമായി കളയരുത്. ഇത് പ്രോപ്പറായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ഇത് എത്തിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.